എവിടായിരുന്നു അങ്കിളെ ഇത്രയും കാലം? ഒരിക്കലും എന്നെ ഒന്നും തേടില്ലല്ലോ. ഞാൻ തളർന്നപ്പോഴും വളർന്നപ്പോഴും ഒരു പുരുഷനല്ലേ, അന്വേഷിച്ച കണ്ടുപിടിക്കാൻ വരുന്നില്ല എന്നെ. ഇതാണോ സ്നേഹം? എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയില്ലല്ലോ മോളെ. ജീവിച്ചിരിപ്പുണ്ടായിരുന്നല്ലോ അങ്കിള്. മുത്തശ്ശൻ പറയുമായിരുന്നു, നമ്മളെ വേണമെന്നുള്ളവര് തേടി വരുമെന്ന്, അല്ലാത്തവര് പരിചയക്കാരാ, കാണുമ്പോ മാത്രം ചിരിക്കുന്നവർ. നീ തേടി ചെന്നില്ലെന്ന് അയാൾക്കും പരാതിപ്പെടാം. ഞാൻ ചെന്നല്ലോ. എന്റെ ഹൃദയം പറിച്ചു കൊടുത്ത അച്ഛനെ അങ്ങോട്ട് അയച്ചത്. പക്ഷെ അച്ഛനെ അവരെ അപമാനിച്ചയച്ചു. അതുകൊണ്ടല്ലേ പിന്നീട് പോവാതിരുന്നത്. നമ്മളിങ്ങനെ കടന്ന് ചിന്തിക്കണ്ട. അവരവരുടെ ജീവിതം ജീവിക്കുന്നു, നമ്മൾ നമ്മുടേതും. രണ്ടും തമ്മിൽ കൂട്ടിക്കൊഴിച്ച് നോക്കുമ്പോഴാ പരാതിയും പരിഭവവും ഒക്കെ. എന്നാലും എനിക്കൊന്ന് കാണണോ അങ്കിളെ? നമുക്ക് വിളിപ്പിക്കാം. മിനിസ്റ്റർ വിളിച്ചാൽ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. വേണ്ട, എന്റെ പഴയ കൂട്ടുകാരിയാ ആദ്യം കാണേണ്ടത്. ഞാൻ അങ്ങോട്ട് ചെല്ലുന്നതല്ലേ അവർക്ക് സന്തോഷം. നീ ഒരു കാര്യം ചെയ്യും, ആദ്യം ആ മീരാ ഭാസ്കറിനെ ഒന്ന് വിളിക്കേ. ഏതായാലും ഇന്ന് വിളിക്കില്ല. ഞാൻ ഇത്രയ്ക്ക് എക്സൈറ്റഡ് ആണെന്ന് അവൾക്ക് തോന്നരുതല്ലോ. അവളെല്ലാം മൂടി പൊതിഞ്ഞ് രഹസ്യമാക്കി വെച്ച് എന്റെ മുമ്പിൽ ഒരു ബോംബ് പൊട്ടിച്ചതുപോലെയല്ലേ. ഞാനങ്ങ് ഒരുപാട് ഞെട്ടിയെന്ന് അവൾക്ക് തോന്നരുത്. അതൊക്കെ നിങ്ങൾ പെണ്ണുങ്ങൾ തമ്മിലുള്ള ഈഗോ. ഞങ്ങൾ ആണുങ്ങളുടെ രീതി വേറെയാ. എടാ പോയി, നീ എന്നാ പണിയാടാ കാണിച്ച്? ഞെട്ടിച്ചു കളഞ്ഞോടാ റാസ്കൽ. ഇതാണ് ഞങ്ങളുടെ ഒരു സ്റ്റൈല്. ഏതായാലും ഞാൻ ഇന്ന് വിളിക്കുന്നില്ല അങ്കിളെ. ഞാൻ ഇന്നിത് തലയ്ക്കകത്ത് വെച്ചോണ്ട് ഒരു രാത്രി ഉറങ്ങട്ടെ. രാവിലെ ഒരു തെളിച്ചം കിട്ടും എന്താ ചെയ്യണ്ടേന്ന്. ശരി, നിന്റെ ഇഷ്ടം പോലെ ചെയ്യ്. പക്ഷേ നീ രാത്രി ഉറങ്ങില്ല എന്ന് എനിക്കറിയാം. നിനക്കത് പറ്റില്ല. ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല. പോവാ. അപ്പൊ ഗുഡ് നൈറ്റ്. നാളെ കാണാം. ഗുഡ് നൈറ്റ് അങ്കിൾ. ശരി. മാഡം, ഇദ്ദേഹം നമ്മുടെ നാട്ടുകാരനാ, ഓടനാവട്ടം. എന്താ പേര്? സുകുമാരൻ. എന്ത് ചെയ്യുന്നു? സൗദിയിലായിരുന്നു, ഇപ്പൊ ജോലിയൊന്നുമില്ല. എന്താ നിങ്ങളുടെ പ്രശ്നം?